എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ വേണമെന്ന് ഈ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാണ്, അച്ഛനും അമ്മയുമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അമ്മമാരെ, പ്രത്യേകിച്ച് ബോയ്സ് ആകുമ്പോൾ അമ്മമാരെയാണ് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ തന്നെ വേണം. പക്ഷേ ആ അമ്മയും അച്ഛനും ചേരുന്നതാണ് ഇപ്പം മെൻസ് കമ്മീഷൻ. ഞങ്ങളടക്കം നേഷൻ വൈഡ് ആയിട്ടൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടക്കം എഫേർട്ട് കൊണ്ടാണ് ഇന്ന് രാജ്യസഭയിൽ ഓൾറെഡി മെൻസ് കമ്മീഷൻ അവതരിപ്പിക്കാൻ ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആപ്പിൻ്റെ ആളാണ് അദ്ദേഹം. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വൈസ് ചാൻസലർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം അത് അവതരിപ്പിച്ചു. നമ്മുടെ നാട്ടിലും ഈ ഓരോ കേസുകളും എടുത്തു വെച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യം പറയുന്ന കാര്യം BBC അടക്കമുള്ള ഒരു കണക്കാണ്. 53% BBC കോട്ട് ചെയ്യുന്ന കണക്കാണ്. 53% പീഡന പരാതികൾ വ്യാജ പീഡന പരാതികളാണ് എന്ന് BBC കോട്ട് ചെയ്യുന്നൊരു ആർട്ടിക്കിളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, പകുതിയിലധികം പരാതികൾ ഇതാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആദ്യം പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകളും ലിബറലുകളും ശ്രദ്ധിക്കാനാണ്. ഇതിലെ ആദ്യ വരി എന്താണെന്ന് അറിയാമോ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നാലേ എൻ്റെ പ്രിസിഷൻ കിട്ടൂ. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് നിരപരാധികളായ പുരുഷന്മാരെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് നിഷ്പക്ഷമായി നമ്മളിത് ചിന്തിക്കണം. വനിതാ കമ്മീഷൻ വേണം, സ്ത്രീപക്ഷ നിയമങ്ങൾ വേണം. പക്ഷേ അത് പുരുഷന് എതിരെ വ്യാജമായി യൂസ് ചെയ്യാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത് കേരള ഹൈക്കോടതിയുടെ വിധികൾ കോട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി, അതായത് ഇന്ത്യയിലെ പരമോന്നത സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഒരു പ്രയോഗം യൂസ് ചെയ്യുന്നുണ്ട് ഈ വനിതാപക്ഷ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതിന്. സുപ്രീം കോടതി ഇതിനെ വിളിക്കുന്നത് ലീഗൽ ടെററിസമായിട്ട് ഇത് മാറുകയാണെന്നാണ്. നിയമം കൊണ്ടുള്ള തീവ്രവാദമായി, നിയമം കൊണ്ടുള്ള ഭീകരവാദമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പെണ്ണ് എന്തു പറഞ്ഞാലും അത് അന്ധമായി ശരിയാണെന്ന് വിശ്വസിച്ച് ആണിനെ ട്രാപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന 3 സിമ്പിൾ സജഷൻസാണ്, പെട്ടെന്ന് കേൾക്കുമ്പോൾ കൺവിൻസ്ഡ് ആണുള്ള കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നമുക്ക് ഈ പരാതിക്കാരിയുടെ പേര് പുറത്തു പറയാൻ കഴിയില്ല, നല്ലതാണ്, അത് പറയുകയും ചെയ്യാൻ പാടില്ല. അതേപോലെ കുറ്റാരോപിതൻ്റെ പേരും കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെയോ പ്രഥമ ദൃഷ്ടി ആ കേസുണ്ടെന്ന് പറയുന്നത് വരെയോ വെളിയിൽ പറയരുത്. അതായത് സിമ്പിൾ. അപ്പം അങ്ങനെ ആകുമ്പോൾ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ എക്സും വൈയും എയും ബിയും എന്നൊക്കെ പറഞ്ഞാണ് കേസ് കിടക്കുക എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാം. ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടായിരുന്നേ, പോക്സോ കേസാണ്. എന്തോ ഒരു അധ്യാപകനെതിരെ കൊടുത്തൊരു കുട്ടി കൊടുത്തെന്തോ കേസെന്തോ ആണ്. ഈ പറഞ്ഞ പോലെ മലപ്പുറത്ത് ആ ഭാഗത്ത് ആണെന്ന് തോന്നുന്നു. ഇയാള് വാർത്തയൊക്കെ ടി വിയിലും വന്ന് നാണക്കേടായി ഇയാൾ 10-100 ദിവസം അകത്ത് കിടന്ന് അവസാനം കൊച്ചിന്റെ എന്തോ വികൃതരം കണ്ടുപിടിച്ച് പറഞ്ഞതിന് കൊച്ച് പണി കൊടുത്തതാണ്. എന്നിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടി വിക്കാർ വാർത്തയാക്കുമോ ഇയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇയാൾ തെറ്റുകാരനല്ലായിരുന്നു എന്ന്? അങ്ങനെ വാർത്തയാക്കി അത് ആരെങ്കിലും കാണുമോ? ഈ 11 വർഷം അങ്ങനെ നിയമപോരാട്ടം നടത്തിയ ഒരു മോഹൻദാസ് നന്ദുവാണ്, വലിയ വാർത്തയായിരുന്നു. 2-3 മാസം മുമ്പ് വന്നതാണ്. അദ്ദേഹം 3 വർഷത്തോളം ജയിലിലും മറ്റും കിടക്കുകയുണ്ടായി. വേറൊരാള് ഇതേപോലെ ഒരു പയ്യനും പെൺകുട്ടി തമ്മിൽ അഫെയർ, ഇയാളിത് കണ്ടുപിടിച്ചു, ഒരു മുതിർന്ന ആൾ കണ്ടുപിടിച്ചു. അവരുടെ വീട്ടിൽ എന്തോ പറഞ്ഞു, അയാൾ പറഞ്ഞുകൂടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷെ പറഞ്ഞുകൊണ്ട് മറ്റേ പീഡന പരാതി അല്ലല്ലോ. അതുപോലെ ഒരു പയ്യനും ഒരു ആണുങ്ങൾ തമ്മിലുള്ള ഒരു പോക്സോ വിഷയം ഇതേപോലെ സംഭവിച്ചിരുന്നു. ആർക്കും ഈസിയായി കൊണ്ട് കൊടുക്കാനും മിസ്യൂസ് ചെയ്യാനും കഴിയും. ആ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമം കൊടുത്തത് അവർ മിസ്യൂസ് ചെയ്യില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അവിടെയാണ് സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ, ഷീൽഡുകൾ കൊടുത്തു, പക്ഷെ ചില ആൾക്കാർ അതിനെ സ്വോർഡായിട്ടാണ്, വാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ വാർത്തകൾ നമ്മൾ കാണുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരാളൊരു പരാതി കൊടുത്ത് ആ പരാതിക്കെതിരെ കേസ് എടുക്കുമ്പോൾ തന്നെ ആ ആളെ അങ്ങോട്ട് പ്രതിയായിട്ട് കുറ്റക്കാരനായിട്ട് കണ്ടുകൊണ്ടാണ് കുറ്റക്കാരനായിട്ട് കാണിച്ചുകൊണ്ടാണ് വാർത്തകൾ വരുന്നത്. ഇപ്പം ഇത് പീഡന കേസ് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് കേസും ആവാം. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പ്രതി മാത്രമാണ്. നിങ്ങളെ കോടതി ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെ കുറ്റക്കാരനാവുന്നത്. ഇനി ഈ കോടതി ശിക്ഷിച്ച് നിങ്ങളെ കുറ്റക്കാരനല്ലെങ്കിൽ ഈ പ്രതിയായ പേരിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങളും തെറ്റായിട്ട് ആരെ വേണമെങ്കിലും പ്രതി ചേർക്കപ്പെടാം, തെളിവുകളില്ലാതെ, തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത തെളിവുകൾ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്, അതെല്ലാം നമ്മൾ പറയും. പക്ഷേ എന്നിരുന്നാലും കുറച്ച്
പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അത് ശരിക്കും കുറച്ചൊക്കെ ഹൈഡ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ആണുങ്ങൾക്ക് വേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളമാണ് ഈ പുരുഷ കമ്മീഷൻ ബിൽ 2025 കൊണ്ടുവന്നത്. നമുക്ക് ഫെബ്രുവരിയിൽ ഇത് എൽദോസ് കുന്നപ്പള്ളി, നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി പ്രൈവറ്റ് ബില്ലായിട്ടാണ് ശ്രീ സുജിത് ഭക്തിന് വേണ്ടി കൊണ്ടുവന്നത്. എൽദോസ് കുന്നപ്പള്ളി 2025 ഫെബ്രുവരിയിൽ സ്പീക്കറിനോട് സമയം ചോദിക്കുകയും കിട്ടുകയും ചെയ്തതാണ്. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ അവതരിപ്പിക്കാതിരിക്കുന്നതെന്ന് അറിയാം. അത് സ്ത്രീ വിരുദ്ധരാണെന്ന് മീഡിയക്കാർ പറഞ്ഞാലോ എന്ന് പേടിച്ചാണ്. നമ്മൾ സ്ത്രീകൾക്ക് അനുകൂലിക്കുന്നവരാണ്. ഈ ഒരു പുരുഷൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അങ്ങനെ വ്യാജ പരാതികളിൽ പെട്ടുപോയ പ്രമുഖരുടെ, എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖരുടെ പേരാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി സാർ, ശ്രീ നിവിൻ പോളി, ശ്രീ ദിലീപ്, ശ്രീ സിദ്ദിഖിനൊക്കെ സുപ്രീം കോടതിയിൽ 3 or 4 ഹിയറിങ്ങിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ 6 മാസം ഒളിവിലായിരുന്നു. അവരുടെ ഫാമിലി ഡിസ്പ്യൂട്ടാണ്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കേസ് വന്ന സമയത്ത് സന്ദീപ് വാര്യരുടെ പേരും പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് പിന്നെ കണ്ടില്ല, പുള്ളി സൈലന്റ് ആയി. ഇതിന്റെ തമാശ എന്താ അറിയോ, ഞാനതിൽ 5ാം പ്രതിയാണ്. അതായത് പോലീസ് ഇട്ടിരിക്കുന്ന കേസിൽ പോലും ഞാൻ 5ാം പ്രതിയാണ്. ഇതിന്റെ കാര്യമേ ഫ്രിവിലസ് ആയ മെറിറ്റ് ഇല്ലാത്ത കേസിടാൻ പോലീസിന് പറ്റും. പെട്ടെന്ന് കൗതുകമുള്ളൊരു കാര്യം പറയാം. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണല്ലോ. ദിലീപ് 4 പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഇട്ടില്ലേ, അതെന്തായി? ആർക്കും അത് അന്വേഷിക്കണ്ടേ? ദിലീപ് 4 പോലീസുകാർ, അതാണ് ഗ്രൂപ്പിലിട്ട് തട്ടും തുടങ്ങിയ നമ്മുടെ ഇപ്പം മരിച്ചുപോയ ബാലേന്ദ്രകുമാറൊക്കെ പറഞ്ഞ് എന്തായി 4 പോലീസുകാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്ത് സീരിയസ് ആയിരുന്നു. 4 പോലീസുകാരെ കൊല്ലാൻ കൂടാലും നടത്തി ചുമ്മാ പറയുവാണ്. ഇതിൻ്റെ ചുമ്മാ പറഞ്ഞാൽ നഷ്ടമില്ലാത്ത എന്താ അറിയോ, ഞങ്ങൾക്ക് അന്വേഷിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇത് ഒരു കൗതുകം കൂടെ വെച്ച് പറയാം. ഏതുപോലെയാണെന്നറിയാമോ, ആരെയും മോശമാക്കാനല്ല. നമ്മുടെ അക്കരയിൽ മോഹൻലാൽ ശ്രീനിവാസൻ മോഹൻലാലോട് നമ്മളിപ്പം വിട്ടുവരുന്ന ശ്രീനിവാസൻ ഒരു ഡയലോഗ് പറയും. നമ്മൾ പറയുന്നു പോൾ ബാർബർ ഫ്രാൻസിലേക്ക് പോയി, അപ്പം ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. നമ്മൾ ഫ്രാൻസിൽ നിന്ന് പറയും ഇറ്റലിയിലേക്ക് പോയി, അപ്പം നമ്മൾ ഇറ്റലിയിലേക്ക് പോകും. അങ്ങനെ ഓരോരോ രാജ്യങ്ങളെ നമ്മൾ കണ്ടു തീർക്കും.